ജനുവരി 8 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ക്ലൗദിയൂസ് അപ്പോളിനാരിസ്, കാഷ്യലിലെ വിശുദ്ധ ആൽബർട്ട്, വിശുദ്ധ കാർട്ടേരിയസ്, വിശുദ്ധ എർഹാർഡ്, വിശുദ്ധ എർഗൂൺ. വിശുദ്ധ ക്ലൗദിയൂസ് അപ്പോളിനാരിസ് 190 കാലഘട്ടത്തിലാണ് വിശുദ്ധ ക്ലൗദിയൂസ് അപ്പോളിനാരിസ് ജീവിച്ചിരുന്നത്. ഫ്രീജിയയിൽ ഹീറോപൊലിസിലെ മെത്രാനായിരുന്നു അപ്പോളിനാരിസ് ക്ലൗദിയൂസ്. ജനനവും മരണവും എന്നാണെന്ന് വ്യക്തമായ ധാരണ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. 2-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് നമുക്ക് വിശദീകരണത്തിലൂടെ അനുമാനിക്കാൻ സാധിക്കും. സമകാലിക പാഷണ്ഡുകളോട് വീറോടെ പോരാടിയ ഒരു പ്രബോധകനാണ് അപ്പോളിനാരിസ്. പാഷണ്ഡുകൾക്കെതിരായി പല വിശിഷ്ട ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് വിശുദ്ധ ജെറോം പ്രസ്താവിച്ച് കാണുന്നുണ്ട്. ഓരോ പാഷണ്ഡതയും ഏത് തത്വസംഹിതയിൽ നിന്ന് ഉത്ഭൂതമായതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു. 2-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ബിഷപ്പായിരുന്നു വിശുദ്ധ അപ്പോളിനാരിസ്. യുസീബിയസ്, സെയിൻറ്റ് ജെറോം, തിയോഡററ്റ് എന്നിവർ വിശുദ്ധ അപ്പോളിനാരിസിനെ കുറിച്ച് പറയുന്ന വസ്തുതകളിൽ നിന്നും അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പാഷണ്ഡതകളെ എതിർക്കുന്ന രചനകൾക്ക് അദ്ദേഹം പ്രശസ്തനായിരുന്നുവെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അവരുടെ തെറ്റുകൾ പൂർണ്ണമായും വിജാതിയരിൽ നിന്ന് കടമെടുത്തതാണെന്ന് അദ്ദേഹം കാണിച്ചു. യഹൂദർക്കെതിരെ 2 പുസ്തകങ്ങളും വിജാതിയർക്കെതിരെ 2 പുസ്തകങ്ങളും സത്യം എന്ന വിഷയത്തിൽ 2 പുസ്തകങ്ങളും അദ്ദേഹം എഴുതി. 177 അദ്ദേഹം മാർക്കസ് ഔറേലിയസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി ഒരു വാചാലമായ അപ്പോളജിയ അഥവാ ക്രിസ്തുമൃഗത്തിന് ഒരു ക്ഷമാപണം എന്നത് പ്രസിദ്ധീകരിച്ചു. അന്നത്തെ ചക്രവർത്തി ഇപ്പോൾ മൊറാമിയ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്ത് അധിവസിക്കുന്ന ഖ്വാദിയുടെ മേൽ വിജയം നേടിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് വിശുദ്ധൻ ഇത് എഴുതിയത്. ചക്രവർത്തിയുടെ സൈന്യങ്ങളിൽ ഒന്നായ 12-ാമത്തേത് പ്രധാനമായും ക്രിസ്ത്യാനികളായിരുന്നു. വെള്ളം കിട്ടാതെ സൈന്യം നശിക്കുമ്പോൾ ഈ സൈന്യത്തിന്റെ പടയാളികൾ മുട്ടുകുത്തി ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ സമൃദ്ധമായ മഴ പെയ്തു. കൊടുങ്കാറ്റിന്റെ സഹായത്തോടെ അവർ ജർമ്മനികളെ കീഴടക്കി. ചക്രവർത്തി ഈ സൈന്യത്തിന് തണ്ടറിംഗ് ലെജിയൻ എന്ന പേര് നൽകുകയും ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം അനുസ്മരിച്ചുകൊണ്ട് മതപീഡനം നിർത്താൻ ചക്രവർത്തിയോട് വിശുദ്ധൻ ഇതിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ അവരുടെ മതവിശ്വാസത്തെ പ്രതി കുറ്റപ്പെടുത്തുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് വിളംബരം ചക്രവർത്തി ചെയ്യിപ്പിച്ചെങ്കിലും മതപീഡനം പിൻവലിക്കാൻ ചക്രവർത്തിക്ക് സാധിച്ചില്ല. അനേകർ രക്തസാക്ഷിത്വം വരിച്ചു. എന്നാൽ മർദ്ദകരും ആ സമയത്ത് വധിക്കപ്പെടുകയുണ്ടായി. ക്രിസ്തീയ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും ക്രിസ്ത്യാനികളെ മരണപത്രത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും വിശുദ്ധ അപ്പോളിനാരിസ് ചെയ്ത പരിശ്രമം തിരുസഭയോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിപ്പിക്കട്ടെ. ഇന്നേ ദിവസം വിശുദ്ധ ജോൺ ബ്രിട്ടോ പറഞ്ഞ അഭിപ്രായം നമുക്ക് വിചിന്തനം ചെയ്യാം. ഞാൻ എൻ്റെ ദൈവവിളിയെ യഥാവിധി അനുവർത്തിക്കാതിരുന്നാൽ ദൈവത്തിന്റെ നീതി എനിക്കെതിരായി വരും. വിശുദ്ധ ക്ലൗദിയൂസ് അപ്പോളിനാരിസെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും അതിന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നതിനും അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും പിതാവായ ദൈവത്തോട് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.